മോദി റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായ നേതാവ്. തന്റെ നിലപാട് തെറ്റായിരുന്നു. മോദിയെ പ്രശംസിച്ച് തരൂർ. ആ ഇത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. കണക്കും ഡേറ്റയും നോക്കി കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് കേരളം വ്യവസായ സൗഹൃദമാണെന്ന് ഇതേ ശശി തരൂർ പറഞ്ഞപ്പോ അത് പൊളിറ്റിക്കൽ ആണെന്നും കമ്മികളുമായി തരൂരിന് ഭയങ്കര ബന്ധമാണെന്നും പറഞ്ഞവർക്ക് ഇപ്പൊ എവിടെ? ഓ, കോൺഗ്രസും BJP ആയിട്ടുള്ള ബന്ധമൊന്നും ഒരു ബിഗ് ന്യൂസ് അല്ലാത്തോണ്ടായിരിക്കും അല്ലേ? ആ എന്തൊക്കെ തള്ളാൻ തള്ളി മറിച്ചത് മോദിയെ പറ്റി. സമാധാനത്തിന്റെ വെള്ളരിപ്രാവ്, ലോകത്തെ ഏറ്റവും നല്ല നയതന്ത്രജ്ഞൻ, BJP-ക്കാര് പോലും ജിയെ ഇത്രയ്ക്ക് പൊക്കി പറഞ്ഞു കാണും. ആ വ്യവസായ വകുപ്പിന്റെ നേട്ടങ്ങളും പറഞ്ഞ് തരൂർ ലേഖനം എഴുതിയ ശേഷം ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ച് തരൂരിനെ പ്രത്യേകം കണ്ട് സംസാരിച്ചിരുന്നു. മിക്കവാറും ഹൈക്കമാൻഡ് പറഞ്ഞത് ഇങ്ങനെയായിരിക്കും: ഡേ നീ കാണിക്കണം, നമ്മൾ എന്തും ചെയ്ത് ഭരണം കിട്ടുന്നതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ആരെ അങ്ങ് പൊക്കി പറയാൻ പോകരുത്, പ്രത്യേകിച്ച് കമ്മികളെ. അവന്മാർ ഇതുപോലെ ഓരോന്ന് ചെയ്തിട്ടാണ് കേരളത്തിൽ നമ്മളിപ്പോ ആർക്കും വേണ്ടതായത്. ഒരു പണി ചെയ്യും, പോയി ജിയെ പറ്റി കുറച്ച് പൊക്കി പറഞ്ഞ് അവരുമായിട്ട് ഫ്രണ്ട്സ് ആവാൻ നോക്ക്. എന്നാലേ അടുത്ത ഇലക്ഷന് നമുക്ക് BJP-യുമായിട്ട് ഒരു ക്ലബ്ബ് ചെയ്ത് ഹിന്ദുത്വത്തിന്റെ കട തുറക്കാൻ അവന്മാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ശരിയായ RSS-കാരനായതുകൊണ്ട് തന്നെ തരൂർ അത് വള്ളി പുള്ളി തെറ്റാതെ പിടികിട്ടി അങ്ങനെ തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ മോദിയുടെ കാര്യം, ജി ഒരു സമാധാനപ്രിയനാണെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തീരെ താല്പര്യമില്ലാത്ത ആളാണെന്നും ജിയാണ് ഇന്ത്യയെ ഉന്നതിയിലേക്ക് കൂപ്പുകുത്തിച്ച ഉയർത്തിയതെന്നും ഈ നാട്ടിൽ ആർക്കാണ് അറിയാത്തത്? എന്തുമാത്രം ഉദാഹരണങ്ങൾ! 92-ൽ ബാബരി മസ്ജിദ് പൊളിച്ചതും 2002-ൽ ഗുജറാത്തിൽ കോൺഗ്രസ് നേതാവിനെ ഉൾപ്പെടെ ചുട്ടുകൊന്ന കലാപം ഉണ്ടാക്കിയതും പശു, ആട്, കോഴി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ജയ് ശ്രീറാം വിളിച്ച് തല്ലിക്കൊന്നത് കമാന്നൊരു അക്ഷരം ഇണ്ടാതെ കണ്ടോണ്ടിരുന്നതും ഇപ്പതാ മണിപ്പൂരിൽ തീയിട്ട് ഈ അവസ്ഥയാക്കിയതിലും ജി വഹിച്ച പങ്കെന്ന് പറയുന്നത് സമാധാനത്തിന്റെ നോബൽ സമ്മാനം പോലും അർഹിക്കുന്നതാണ്. കഴിഞ്ഞില്ല, ലോക മനസാക്ഷി തന്നെ ഞെട്ടി നിൽക്കുന്ന ഇസ്രായേലിന്റെ പലസ്തീനിലുള്ള ആക്രമണത്തിൽ നിർദ്ദയം ഇസ്രായേലിനെ പിന്തുണച്ചും ജി ശ്രദ്ധേയനായി. അതുകൊണ്ട് സമാധാനത്തിന്റെ കാര്യത്തിൽ ജിയെ കഴിഞ്ഞ ഈ നാട്ടിൽ വേറെ ആളുള്ളൂ. ഇത് പൊക്കി പറയാനൊക്കെ കോൺഗ്രസ് ആളെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിന്റെ വരുന്ന കുറച്ച് കാലത്തെ കാര്യങ്ങളും കൂടെ തീരുമാനമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പൊതുജനം കഴുതയല്ല ഗൈസ്.